വളരെ പണ്ട് നടന്ന ഒരു കാര്യമാണ്. സന്ധ്യാസമയം തന്റെ ആശ്രമത്തിന് പിന്നിലൂടെ ഒഴുകുന്ന നദിക്കരയിൽ ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സമയം ചന്ദ്രഗുപ്തന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിഴലിച്ചിരുന്നു. അവൻ എന്തോ ഒരു ആന്തരിക സംഘർഷത്തിലൂടെ കടന്നുപോകുകയാണെന്ന് ആ മുഖത്തുനിന്ന് വ്യക്തമായിരുന്നു. അവസാനം അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞു, ഗുരുദേവ, യുദ്ധക്കളത്തിൽ എനിക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും, പക്ഷേ എന്റെ ഉള്ളിൽ ഉയർന്നുവരുന്ന ഈ ദേഷ്യത്തെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്റെ മനസ്സ് ആളിക്കെത്തും. ആ സമയത്ത് ഞാൻ എന്താണ് പറയുന്നതെന്നും എന്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്നും ഞാൻ മറന്നുപോകുന്നു. പിന്നീട് എന്റെ ദേഷ്യം ശമിക്കുമ്പോൾ എന്റെ വാക്കുകളെക്കുറിച്ച് എനിക്ക് പശ്ചാത്താപം തോന്നും, പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാകും. അവന്റെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. അതൊരു സത്യസന്ധമായ കുറ്റസമ്മതമായിരുന്നു. വളരെക്കാലമായി അവൻ ഉത്തരം തേടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു അത്. ആചാര്യ ചാണക്യൻ അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹം പെട്ടെന്ന് ഉപദേശങ്ങളൊന്നും നൽകിയില്ല. പകരം ശരിയായ സമയവും ശരിയായ വാക്കുകളും തിരഞ്ഞെടുക്കാൻ എന്നവണ്ണം കുറച്ചുനേരം മൗനം പാലിച്ചു. തുടർന്ന് വളരെ ശാന്തവും എന്നാൽ ശക്തവുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ചന്ദ്രഗുപ്ത, ദേഷ്യമെന്നത് ആദ്യം അത് ഉത്ഭവിക്കുന്ന വ്യക്തിയെ തന്നെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. അതിനുശേഷം അത് ചുറ്റുമുള്ള എല്ലാത്തിനെയും പതിയെ കത്തിച്ചാമ്പലാക്കും. എന്നാൽ നീ ഈ അഗ്നിയെ മനസ്സിലാക്കുകയാണെങ്കിൽ നിനക്കതിനെ നിയന്ത്രിക്കാനും കഴിയും. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ചന്ദ്രഗുപ്തനെയും കൂട്ടി ആശ്രമത്തിന് പിന്നിലേക്ക് നടന്നു. അവിടെ പഴയതും എന്നാൽ ഉറപ്പുള്ളതും പാടുകൾ നിറഞ്ഞതുമായ ഒരു മതിലുണ്ടായിരുന്നു. കാലത്തിന്റെ ഒരുപാട് മാറ്റങ്ങൾ സഹിച്ച ഒരു മതിലായിരുന്നു അത്. ചാണക്യൻ കുറച്ച് ആണികളും ഒരു ചുറ്റികയും ചന്ദ്രഗുപ്തന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നിനക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് ഈ ചുമരിൽ ഒരു ആണിയടിക്കണം. ചന്ദ്രഗുപ്തൻ അതിശയത്തോടെ തന്റെ ഗുരുവിനെ നോക്കി. ഈ പരിഹാരം അവൻ അല്പം വിചിത്രമായി തോന്നി. എങ്കിലും തന്റെ ഗുരുവിന്റെ അറിവിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ അവൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അന്നുമുതൽ പുതിയൊരു പരിശീലനം ആരംഭിച്ചു. ഒരു സൈനികന്റെ തെറ്റായാലും സേവകന്റെ അശ്രദ്ധയായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ കാര്യമായാലും ദേഷ്യം വരുമ്പോഴെല്ലാം അവൻ വേഗം എഴുന്നേറ്റ് ആ മതിലിനടുത്തേക്ക് പോയി സർവ്വശക്തിയുമെടുത്ത് അതിൽ ഒരു ആണിയടിക്കും. ആദ്യ ദിവസം തന്നെ അവൻ എത്രത്തോളം ആണികൾ അടിച്ചുവെന്നാൽ മതിലിന്റെ ഒരു ഭാഗം ഏതാണ്ട് നിറഞ്ഞുപോയിരുന്നു. ഓരോ അടിയിലും അവന്റെ ദേഷ്യവും പുറത്തുവന്നു. എന്നാൽ ഓരോ തവണയും ആണിയടിക്കാൻ അവൻ അവിടെ വരെ നടന്നുപോകുകയും ചുറ്റികയെടുത്ത് പൂർണ്ണശക്തി പ്രയോഗിക്കുകയും വേണമായിരുന്നു. ഈ പ്രക്രിയ വളരെ ക്ഷീണമുണ്ടാക്കുന്നതാണെന്ന് പതിയെ അവന് മനസ്സിലാകാൻ തുടങ്ങി. ഇത്രയധികം കഷ്ടപ്പെടേണ്ടിവരുന്ന ഈ ദേഷ്യം ഓരോ തവണയും പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണോ എന്ന പുതിയൊരു ചിന്ത അവന്റെ മനസ്സിൽ ഉടലെടുത്തു. ഈ ചിന്ത പതിയെ അവന്റെ പെരുമാറ്റത്തെ മാറ്റാൻ തുടങ്ങി. അടുത്ത ദിവസം ആണികളുടെ എണ്ണം അല്പം കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അവൻ തന്നിൽ തന്നെ ഒരു മാറ്റം അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളോടും പെട്ടെന്ന് പ്രതികരിക്കുന്നതിനു പകരം ഒരു നിമിഷം നിർത്തി ചിന്തിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവന് ഒരിക്കൽ പോലും ദേഷ്യം വന്നില്ല. അന്ന് അവൻ വല്ലാത്തൊരു സന്തോഷം അനുഭവിച്ചു. അവൻ അഭിമാനത്തോടെയും സംതൃപ്തിയോടെയും ഗുരുദേവന്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരുദേവ, ഇന്ന് ഞാൻ ഒരു ആണി പോലും അടിച്ചില്ല, കാരണം എനിക്കിന്ന് ഒരിക്കൽ പോലും ദേഷ്യം വന്നില്ല. ചാണക്യൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ആദ്യത്തെ ഘട്ടം മാത്രമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു. അദ്ദേഹം തുടർന്നു, ഇനി നീ ഈ ചുമരിലടിച്ച ആണികളെല്ലാം ഓരോന്നായി ഊരിയെടുക്കാൻ തുടങ്ങുക. നിനക്ക് ഒട്ടും ദേഷ്യം വരാത്ത ദിവസങ്ങളിൽ ഓരോ ആണി വീതം ഊരിയെടുക്കുക. ചന്ദ്രഗുപ്തൻ അതുപോലെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ ജോലി കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം ആണികൾ അടിക്കുന്നതിനേക്കാൾ വളരെ പാടായിരുന്നു അവ ഊരിയെടുക്കാൻ. ഓരോ ആണിയും ഇളക്കിയെടുക്കാൻ അവന് സമയവും ക്ഷമയും ആവശ്യമായിരുന്നു. ദേഷ്യത്തിൽ എത്ര എളുപ്പത്തിലാണോ ആണികൾ അടിച്ചത്, അത്രയും ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ അവ ഊരിയെടുക്കേണ്ടി വരുന്നതെന്ന് ഈ പ്രക്രിയയിലൂടെ അവന് മനസ്സിലായി. സമയം കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറി. അവസാനം മതിലിൽ നിന്ന് എല്ലാ ആണികളും മാറ്റി ഒരു ദിവസം വന്നെത്തി. ചന്ദ്രഗുപ്തന്റെ മുഖത്ത് സംതൃപ്തിയുണ്ടായിരുന്നു. തന്റെ ദേഷ്യത്തെ താൻ കീഴടക്കിയെന്ന് അവന് തോന്നി. അവൻ ആവേശത്തോടെ ആചാര്യ ചാണക്യന്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരുദേവ, ഇപ്പോൾ ചുമരിൽ ഒറ്റ ആണി പോലുമില്ല. അപ്പോൾ ചാണക്യൻ അവനെ വീണ്ടും ആ മതിലിനടുത്തേക്ക് കൊണ്ടുപോയി. ഇത്തവണ അദ്ദേഹത്തിന്റെ ശബ്ദം മുമ്പത്തേക്കാൾ ഗൗരവമുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഇപ്പോൾ ഈ മതിൽ ശ്രദ്ധിച്ചു നോക്കുക. ചന്ദ്രഗുപ്തൻ മതിൽ സൂക്ഷിച്ചു നോക്കി. അതിന്റെ ഉപരിതലം ഇപ്പോൾ പഴയതുപോലെ മിനുസമുള്ളതായിരുന്നില്ല. അതിൽ ചെറിയ കുഴികളും പാടുകളും ഉണ്ടായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഗുരുദേവ, ആണികൾ പോയെങ്കിലും അവയുടെ പാടുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അപ്പോഴാണ് ചാണക്യൻ അവനെ ആഴത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ച സത്യം ഇതാണ്. ദേഷ്യത്തിൽ നീ ഒരാളോട് കഠിനമായ വാക്കുകൾ പറയുമ്പോൾ പിന്നീട് നീ എത്ര തവണ ക്ഷമ ചോദിച്ചാലും അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ ഒരിക്കലും പൂർണ്ണമായി മാഞ്ഞുപോകില്ല. ഈ മതിലിൽ ആണികളുടെ പാടുകൾ അവശേഷിക്കുന്നതുപോലെ നിന്റെ വാക്കുകളുടെ പാടുകൾ മനുഷ്യരുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നു. ഇത് കേട്ടതും ചന്ദ്രഗുപ്തന്റെ കണ്ണുകൾ താഴ്ന്നു. അവന്റെ മനസ്സ് ഉള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവനത് മനസ്സിലാക്കുക മാത്രമല്ല, അനുഭവിക്കുക കൂടി ചെയ്യുകയായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഗുരുദേവ, യഥാർത്ഥ വിജയം മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിലല്ല, മറിച്ച് സ്വന്തം ദേഷ്യത്തെ കീഴടക്കുന്നതിലാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു.
അപ്പോൾ ആചാര്യ ചാണക്യൻ തന്റെ അവസാന വചനം പറഞ്ഞു, ഓർക്കുക ചന്ദ്രഗുപ്ത, സ്വയം നിയന്ത്രിക്കുന്നവനാണ് ലോകത്തെ നിയന്ത്രിക്കാൻ യോഗ്യനാകുന്നത്. കാരണം ഏറ്റവും വലിയ വിജയം പുറത്തല്ല, ഉള്ളിലാണ് നടക്കുന്നത്. ദേഷ്യത്തെ നിയന്ത്രിക്കാനും അതിനെ പോസിറ്റീവായ ദിശയിലേക്ക് തിരിച്ചുവിടാനും കഴിയുമെന്ന് ചാണക്യന്റെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദേഷ്യം നിയന്ത്രിക്കാനുള്ള കല ചാണക്യൻ ചന്ദ്രഗുപ്തനെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിന്റെ അടിമയാണോ, അതോ അതിനെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചന്ദ്രഗുപ്ത മൗര്യനെപ്പോലുള്ള ഒരു യുവയോദ്ധാവിനെ മഹാനായ ഒരു ചക്രവർത്തിയാക്കി മാറ്റിയ ആചാര്യ ചാണക്യന്റെ ആഴത്തിലുള്ളതും പ്രായോഗികവുമായ ഉപദേശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ നാം സംസാരിക്കുന്നത്. ദേഷ്യം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുമെന്ന് നാം മനസ്സിലാക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഈ വീഡിയോ കാണാനായി തയ്യാറാകൂ. നിങ്ങൾ ഡേ ഇൻസ്പയർഡ് എന്ന ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഈ പ്രചോദനാത്മക യാത്രയുടെ ഭാഗമാകൂ. നമുക്ക് തുടങ്ങാം. ദേഷ്യമെന്നത് പെട്ടെന്ന് ആളിക്കെത്തുന്ന ഒരു വികാരമാണ്, എന്നാൽ അതിന്റെ ഫലം ദീർഘകാലം നിലനിൽക്കും. ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, ഈ വെള്ളത്തിൽ നിന്റെ പ്രതിബിംബം നോക്കൂ. ചന്ദ്രഗുപ്തൻ നോക്കിയെങ്കിലും വെള്ളത്തിൽ ഇളക്കമുണ്ടായിരുന്നു. ചെറിയ കല്ലുകൾ കാരണം തിരമാലകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവന്റെ പ്രതിബിംബം മുറിഞ്ഞും അവ്യക്തമായും കാണപ്പെട്ടു. ചാണക്യൻ പറഞ്ഞു, ഇനി കുറച്ചുനേരം നിൽക്കൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ശാന്തമാകുകയും ചന്ദ്രഗുപ്തന്റെ പ്രതിബിംബം വ്യക്തമായി കാണാൻ തുടങ്ങുകയും ചെയ്തു. ചാണക്യൻ വിശദീകരിച്ചു, ഈ വെള്ളം അസ്വസ്ഥമായിരിക്കുമ്പോൾ നിനക്ക് വ്യക്തമായി ഒന്നും കാണിച്ചു തരാത്തതുപോലെ ദേഷ്യം നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. നീ ദേഷ്യത്തിലായിരിക്കുമ്പോൾ നിന്റെ ബുദ്ധി മങ്ങുകയും നീ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അതിനാൽ എപ്പോൾ ദേഷ്യം വന്നാലും ആദ്യം നിന്റെ മനസ്സിനെ ശാന്തമാക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. കുറച്ചുനേരം മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ചു മാറി നിൽക്കുക. നിന്റെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നിനക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? ദീർഘമായി ശ്വാസമെടുക്കുക. ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുകയും പതുക്കെ ശ്വാസമെടുക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. സാധ്യമെങ്കിൽ കുറച്ചുനേരത്തേക്ക് ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക. ചെറിയൊരു ഇടവേള നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ധ്യാനിക്കുക. ദിവസവും 5-10 മിനിറ്റ് ധ്യാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ദേഷ്യം കുറയ്ക്കാനും സഹായിക്കും. ഉദാഹരണം, നിങ്ങളുടെ ബോസുമായി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണെന്നും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും കരുതുക. നിങ്ങൾ ആ സമയത്ത് തന്നെ മറുപടി നൽകിയാൽ നിങ്ങളുടെ ജോലിയെ അപകടത്തിലാക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞുപോയേക്കാം. എന്നാൽ നിങ്ങൾ ദീർഘമായി ശ്വാസമെടുത്ത് കുറച്ചുനേരം മിണ്ടാതിരുന്ന് പിന്നീട് ശാന്തമായ മനസ്സോടെ സംസാരിക്കുകയാണെങ്കിൽ ഫലം മികച്ചതായിരിക്കും. നിയമം 2. ദേഷ്യത്തിൽ വാക്കുകൾ നിയന്ത്രിക്കുക. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ വാളിന്റെ മൂർച്ച പോലെയാണ്. ഒരിക്കൽ പുറത്തുവന്നാൽ അവ തിരിച്ചെടുക്കാനാവില്ല. അദ്ദേഹം ഒരു ഉദാഹരണം നൽകി. ദേഷ്യത്തിൽ നീ നിന്റെ വേണ്ടപ്പെട്ട ഒരാളോട് മോശം വാക്കുകൾ പറഞ്ഞുവെന്ന് കരുതുക. പിന്നീട് നിനക്ക് ക്ഷമ ചോദിക്കാം. എന്നാൽ ആ വാക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഒരു മുറിവ് അവശേഷിപ്പിക്കും. പൊട്ടിയ ഗ്ലാസ് ഒട്ടിച്ചാലും അതിന്റെ യഥാർത്ഥ തിളക്കം നഷ്ടപ്പെടുന്നതുപോലെ ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളുടെ തിളക്കം ഇല്ലാതാക്കുന്നു. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? രണ്ടാമതൊന്ന് ചിന്തിക്കുക. ദേഷ്യത്തിൽ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് സ്വയം ചോദിക്കുക, ഇത് പറയേണ്ടതുണ്ടോ? ഇത് പിന്നീട് പശ്ചാത്താപത്തിന് കാരണമാകുമോ? എഴുതി പ്രകടിപ്പിക്കുക. നിങ്ങൾക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒരു പേപ്പറിൽ എഴുതുക. ഇത് നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കുകയും കഠിനമായ വാക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. ശാന്തമാകാൻ കാത്തിരിക്കുക. ദേഷ്യം മാറിയ ശേഷം മാത്രം സംസാരിക്കുക. ഇത് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയും വിവേകവും നൽകും. ഉദാഹരണം, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന എന്തെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞാൽ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം അല്പനേരം നിർത്തി ശാന്തമായ മനസ്സോടെ സംസാരിക്കുക. ഇത് നിങ്ങളുടെ ബന്ധം നിലനിർത്തുകയും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറാകുകയും ചെയ്യും. നിയമം 3. വ്യക്തിയെയല്ല, പ്രശ്നത്തെ ശ്രദ്ധിക്കുക. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ആചാര്യ, ഒരാൾ എന്നെ നിരന്തരം അപമാനിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കണോ? ചാണക്യൻ മറുപടി നൽകി, ഇല്ല ചന്ദ്രഗുപ്ത, മൗനം പാലിക്കുന്നത് ദൗർബല്യമല്ല, ശക്തിയാണ്. എന്നാൽ ഇതിനർത്ഥം നീ ഒന്നും ചെയ്യരുതെന്നല്ല. പ്രശ്നം വ്യക്തിയിലല്ല, അവരുടെ പ്രവൃത്തിയിലാണെന്ന് ചിന്തിക്കുക. അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ നിന്റെ ദൗർബല്യം പരീക്ഷിക്കുകയാണോ, അതോ അവർക്ക് അവരുടേതായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ദേഷ്യത്തിന് മറുപടി നൽകാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ അവരെക്കാൾ മികച്ചവനാണെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊടുക്കുക. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? പ്രശ്നം മനസ്സിലാക്കുക. ദേഷ്യപ്പെടുന്നതിനു മുമ്പ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചിന്തിക്കുക. ഇത് ആ വ്യക്തിയുടെ സ്വഭാവമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? പോസിറ്റീവായി പ്രതികരിക്കുക. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ ദേഷ്യത്തോടെ മറുപടി നൽകുന്നതിനു പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും വിജയത്തിലൂടെയും മറുപടി നൽകുക. സഹാനുഭൂതി കാണിക്കുക. പലപ്പോഴും ആളുകൾ അവരുടെ നിരാശയോ പ്രശ്നങ്ങളോ കാരണം മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉദാഹരണം, ഒരു സഹപ്രവർത്തകൻ നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ
ദേഷ്യപ്പെടുന്നതിനു പകരം അവരുടെ വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുക. അവർ തെറ്റാണെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ അവർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കുക. അവരുടെ വാക്കുകളിൽ കഴമ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൂടുതൽ മികച്ചതാകാൻ ശ്രമിക്കുക. നിയമം 4. ദേഷ്യത്തെ ഊർജ്ജമാക്കി മാറ്റുക. ചാണക്യൻ പറഞ്ഞു, ദേഷ്യം ശക്തമായ ഒരു ഊർജ്ജമാണ്. അത് ശരിയായ ദിശയിൽ വിനിയോഗിച്ചാൽ നിങ്ങളെ മികച്ചവരാക്കാൻ അതിന് കഴിയും. അദ്ദേഹം ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നൽകി. സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി തുടങ്ങി ഒട്ടേറെ മഹത് വ്യക്തികൾ തങ്ങളുടെ ദേഷ്യത്തെ ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രചോദനമാക്കി മാറ്റി. ആരെങ്കിലും നിങ്ങളെ നിസ്സാരക്കാരായി കണ്ടാൽ ദേഷ്യപ്പെടുന്നതിനു പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ അവർക്ക് മറുപടി നൽകുമെന്നുറപ്പിക്കുക. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? ലക്ഷ്യം നിർണയിക്കുക. ദേഷ്യത്തെ നിങ്ങളുടെ പ്രചോദനമാക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കാൻ ഒരു ലക്ഷ്യം വയ്ക്കുക. സർഗാത്മക പ്രവർത്തനങ്ങൾ ചെയ്യുക. ദേഷ്യത്തെ കല, എഴുത്ത്, കായികം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളെ കൂടുതൽ മികച്ചവരാക്കുകയും ചെയ്യും. വ്യായാമം ചെയ്യുക. ദേഷ്യം വരുമ്പോൾ വ്യായാമം ചെയ്യുകയോ ഓടുകയോ യോഗ ചെയ്യുകയോ ആകാം. ഇത് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവായ ദിശയിലേക്ക് തിരിച്ചുവിടും. നിയമം 5. ശരിയായ സമയത്ത് ശരിയായ തീരുമാനം. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, സമയം വളരെ വിലപ്പെട്ടതാണ്. തിടുക്കത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് ദേഷ്യത്തിൽ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതും. ദേഷ്യം നിയന്ത്രിച്ച് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നവനാണ് ചരിത്രം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്ഷമ വേണം, പക്ഷേ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കുക. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? സമയത്തിന്റെ വില മനസ്സിലാക്കുക. ദേഷ്യത്തിലൊരു തീരുമാനം മാറ്റിവെക്കുന്നതിനു പകരം ശാന്തമായ മനസ്സോടെ അതിന് പരിഹാരം കണ്ടെത്തുക. സാധ്യതകൾ വിലയിരുത്തുക. ഓരോ പ്രശ്നത്തിനും പല പരിഹാരങ്ങൾ ഉണ്ടാകാം. ദേഷ്യം മാറ്റിവെച്ച് എല്ലാ സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കുക. ക്ഷമ വളർത്തിയെടുക്കുക. ദിവസവും ചെറിയ കാര്യങ്ങളിൽ ക്ഷമ ശീലിക്കുക. വലിയ സാഹചര്യങ്ങളിൽ പോലും ശാന്തത പാലിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഉദാഹരണം, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ പെട്ടെന്ന് ദേഷ്യത്തിൽ പ്രതികരിക്കുകയോ അത് അവഗണിക്കുകയോ ചെയ്യുന്നതിനു പകരം ശാന്തമായി എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കുകയും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുകയും ചെയ്യുക. ദേഷ്യത്തിന്റെ ദോഷങ്ങൾ. സ്വന്തം ദേഷ്യത്തെ കീഴടക്കുന്നവൻ തന്റെ വിധി സ്വയം എഴുതുന്നുവെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു. ദേഷ്യം നിങ്ങളുടെ അടിമയായിരിക്കണം, നിങ്ങൾ ദേഷ്യത്തിന്റെ അടിമയാകരുത്. ചന്ദ്രഗുപ്തൻ ഈ നിയമങ്ങൾ പാലിക്കുകയും ദേഷ്യം നിയന്ത്രിക്കുക മാത്രമല്ല, ഒരു മഹാനായ ചക്രവർത്തിയായി ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തുകയും ചെയ്തു. ദേഷ്യം മനുഷ്യനെ അന്ധനാക്കുന്നു. ദേഷ്യത്തിൽ മനുഷ്യന്റെ കണ്ണുകൾ അടയുകയും വായ തുറക്കുകയും ചെയ്യുന്നു. ഇതൊരു ചൊല്ലുമാത്രമല്ല, കൈപ്പേറിയ സത്യമാണ്. ഈ കാര്യം നമുക്ക് ശാസ്ത്രീയമായ രീതിയിലും ആത്മീയമായ തലത്തിലും മനസ്സിലാക്കാം. ദേഷ്യത്തിന്റെ ചില പ്രധാന ദോഷങ്ങളിതാ. 1. മാനസിക അസ്വസ്ഥത. ദേഷ്യം നിങ്ങളുടെ മനസ്സിനെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റുന്നു. ഇത് സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് കാരണമാകും. കൂടെയുള്ള ദേഷ്യം നിങ്ങളുടെ മാനസിക സമാധാനം കെടുത്തുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ അസ്വസ്ഥരാക്കുകയും ചെയ്യും. 2. ബന്ധങ്ങളിലെ വിള്ളൽ. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളെ മുറിക്കുന്ന വാൾ പോലെയാണ്. ഒരിക്കൽ മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ക്ഷമ ചോദിച്ചാലും ആ മുറിവ് പൂർണ്ണമായി ഉണങ്ങില്ല. സുഹൃത്തുക്കൾ, കുടുംബം അല്ലെങ്കിൽ സഹപ്രവർത്തകർ എന്നിവരുമായുള്ള നിങ്ങളുടെ ബന്ധം തകരാൻ ഇത് കാരണമാകും. 3. ആരോഗ്യ പ്രശ്നങ്ങൾ. ദേഷ്യം നിങ്ങളുടെ ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, തലവേദന, ഉറക്കമില്ലായ്മ, ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാകാം. കൂടെ ദേഷ്യപ്പെടുന്നത് രോഗപ്രതിരോധശേഷി കുറയ്ക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 4. തെറ്റായ തീരുമാനങ്ങൾ. ദേഷ്യത്തിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കില്ല. ജോലി ഉപേക്ഷിക്കുന്ന കാര്യത്തിലായാലും ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലായാലും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ നിങ്ങൾ തിടുക്കത്തിലെടുത്തേക്കാം. ദേഷ്യം നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. 5. സൽപ്പേരും ബഹുമാനവും നഷ്ടപ്പെടൽ. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. ആളുകൾ അവരെ ഗൗരവമായി എടുക്കുന്നത് നിർത്തുകയും അവരുടെ സാമൂഹികവും തൊഴിൽപരവുമായ പ്രതിച്ഛായ തകരുകയും ചെയ്യുന്നു. ഈ ദോഷങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ദേഷ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയേക്കാം. അതിനാൽ അതിനെ നിയന്ത്രിക്കാൻ ശീലിക്കുക.